ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളിലും അമാനുഷികമായ വിശ്വാസങ്ങളും കഥകളും നിലനിൽക്കുന്നുണ്ട്. മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു ലോകം, അവിടെ കുടുങ്ങിപ്പോയ ആത്മാക്കൾ. യഹൂദ പുരാണങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ഡിബുക്ക് എന്നാൽ ഒട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ചേർന്നിരിക്കുക എന്ന അർത്ഥം വരുന്ന ഹീബ്രു പദമാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അവരുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ദുഷ്ടനായ ഒരു ആത്മാവായാണ് ഇതിനെ കണക്കാക്കുന്നത്. പൂർത്തിയാകാത്ത കാര്യങ്ങളോ തെറ്റായ ജീവിതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തമായ കാരണങ്ങളാലോ ഒരാത്മാവിന് അടുത്ത ലോകത്തേക്ക് പോകാൻ കഴിയാതെ വരുമ്പോഴാണ് അതൊരു ഡിബുക്കായി മാറുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഡിബുക്ക് ബാധിച്ച വ്യക്തിക്ക് പെട്ടെന്നുള്ള സ്വഭാവമാറ്റങ്ങൾ, അസാധാരണമായ സംസാരം, അക്രമാസക്തമായ പെരുമാറ്റം എന്നിവ കാണിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡിബുക്ക് അതിൻ്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അത് ശരീരത്തിൽ പ്രവേശിക്കാൻ കാരണമായ സംഭവങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ തുടങ്ങിയേക്കാം. ഒരു ഡിബുക്കിനെ പുറത്താക്കുന്നത് സങ്കീർണമായ പ്രക്രിയയാണ്. ഇതിനായി പ്രത്യേക പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നടത്താറുണ്ട്. ഒരു റബ്ബിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒത്തുചേർന്ന് ബാധിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഡിബുക്കിനോട് ശരീരം വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ചിലപ്പോൾ മണിക്കൂറുകളോ ദിവസങ്ങളോ എടുത്തേക്കും. ഡിബുക്കുകളെക്കുറിച്ചുള്ള കഥകൾ തലമുറകളായി കൈമാറി വരുന്നു. ശാസ്ത്രം ഇതിനെ അംഗീകരിക്കുന്നില്ലെങ്കിലും ഈ വിശ്വാസങ്ങൾക്ക് പിന്നിൽ അഗാധമായ ഭയവും ആകാംക്ഷയുമുണ്ട്. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡിബുക്ക് ബാധയുണ്ടെന്ന വാർത്തകൾ കേൾക്കാറുണ്ട്. സത്യമെന്തായാലും ഡിബുക്ക് എന്ന ആശയം മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള അജ്ഞാതമായ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ഭയത്തെയും ആകാംക്ഷയെയും ഓർമ്മിപ്പിക്കുന്നു.